വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡ് വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി മാറിയിരിക്കുകയാണ്. സംഭവം ഗ്രീൻലാൻഡ് ഈസി ആയിട്ട് പിടിച്ചെടുക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചിരുന്നുവെങ്കിലും ഗ്രീൻലാൻഡിന് ശക്തമായിട്ടുള്ള സുരക്ഷയൊരുക്കി 6 നാറ്റോ രാജ്യങ്ങൾ രംഗത്തെത്തി. ഈ 6 നാറ്റോ രാജ്യങ്ങൾ രംഗത്തെത്തിയ ശേഷം അതിനു പിന്നാലെ 4 പേർ കൂടെ രംഗത്തെത്തി. 10 രാജ്യങ്ങൾ ഗ്രീൻലാൻഡിൽ അവരുടെ സൈന്യത്തെ ഇറക്കി. അവരുടെ സൈന്യത്തെ ഇറക്കി കഴിഞ്ഞ ശേഷം ഡൊണാൾഡ് ട്രംപ്, അതായത് എന്റെ വാക്ക് ധിക്കരിക്കുന്ന ആൾക്കാർക്കെല്ലാം, ഈ രാജ്യങ്ങൾക്കെല്ലാം 10% തീരുവ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് അവർക്കെല്ലാം 10% തീരുവയും ഏർപ്പെടുത്തി. ഈ ലോകത്തിന്റെ ഒരു പോക്ക് നോക്കണേ ബിജുചേട്ടാ, വളരെ രസകരമാണ്. അതായത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഒരു നിയമങ്ങളും ലംഘിക്കാതെ എല്ലാ നിയമങ്ങളും ശിരസാ വഹിച്ചുകൊണ്ട് ഒരാൾക്ക് പോലും ഒരു ദോഷവും ചെയ്യാതെ സമാധാനത്തിന്റെ കൊടി പാറിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു സിവിലിയനെ പോലും നമ്മൾ ഹനിച്ചിട്ടില്ല. എല്ലാ ആൾക്കാരെയും കാലപുരിക്ക് അയച്ചത് എല്ലാം ഭീകരന്മാരായിരുന്നു. എല്ലാവരും ആ കാലപുരിക്ക് അയച്ചപ്പോൾ 100 പേരെ കാലപുരിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ 100-ൽ ഒരു നിഷ്കളങ്കം പോലും ഇല്ല, എല്ലാം തീവ്രവാദികൾ. അതായിരുന്നു നമ്മുടെ പ്രിസിഷൻ എന്ന് പറയുന്ന ആ സമയത്ത്. പക്ഷേ ഈ ലോകത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം, അമേരിക്കയുടെ അതാണ് ലോകം എന്നുള്ള മട്ടിൽ കാട്ടിക്കൂട്ടുന്നതിന്റെ അനന്തര ഫലങ്ങളാണ് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ പോലും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോ ഈ അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം, അമേരിക്കയ്ക്ക് നിയമങ്ങളൊന്നുമില്ല. ഞാനാണ് ശക്തൻ, സൈനികപരമായും സാമ്പത്തികപരമായും ആഗോളപരമായും ഞാൻ ശക്തനാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള രാജ്യത്തിലേക്ക് എനിക്ക് കടന്നു കയറണമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങ് കയറും. അവിടെയുള്ള ഭരണാധികാരിയെ പിടിച്ചെടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ച് കൊള്ളണം. പക്ഷെ ഇതേ മാതൃകയിൽ വേറൊരു രാജ്യം ഇതുപോലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കയറി കഴിഞ്ഞാൽ അമേരിക്ക ഉടനെ അവർക്കതൊരു ഉപരോധവും തീരുവ ഏർപ്പെടുത്തും. ഇപ്പോ ഗ്രീൻലാൻഡ് ഒരു ആവശ്യമില്ലാതെ പിടിച്ചെടുക്കാൻ പോയപ്പോൾ അവിടെ നാറ്റോ വന്നിറങ്ങിയ രാജ്യത്തിന് സംരക്ഷണമായിട്ട് ഇപ്പൊ നാറ്റോയ്ക്ക് ഇതിന് 10% തീരുവ. പക്ക ഗുണ്ടായിസം എന്ന് മാത്രമേ ഇതിന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് ചാൾസ് ഡാർവിൻ പണ്ട് പറഞ്ഞ തിയറിയാണ് ഇപ്പോഴും അമേരിക്ക, അതായത് ആ ബേസിക് തന്ത്രമാണ് അമേരിക്ക ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ശക്തിയുള്ളവൻ മതി, ശക്തിയുള്ളവൻ ജയിക്കും. അപ്പൊ ഈ അമേരിക്കയെ വളഞ്ഞിട്ട് അടിക്കുക എന്ന് സ്വപ്നം കാണുന്ന രാജ്യങ്ങൾ അങ്ങനെ സ്വപ്നം കാണുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നല്ല കാര്യമാണ്. കാരണം അമേരിക്കയ്ക്ക് കിട്ടണം. അമേരിക്ക അതുകൊണ്ടാണ് ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ ഉണ്ടല്ലോ, അവർ ഈ ഒസാമ ബിൻ ലാദനെയൊക്കെ വളരെയധികം ആരാധിക്കുന്നത്. സംഭവം അലവലാതിയാണ്, തീവ്രവാദിയാണ്. പക്ഷെ ഒസാമ ബിൻ ലാദൻ അവിടെ വേൾഡ് ട്രേഡ് സെന്ററിൽ ഈ സാധനം അടിച്ചു കയറ്റിയപ്പം, ഈ 2 ട്രേഡ് സെന്റർ ഇടിച്ചു കയറ്റിയപ്പോൾ അമേരിക്ക അന്ന് അമേരിക്കയിൽ ഭൂമി കുലുക്കം ഉണ്ടായി. അമേരിക്കയെ വിറപ്പിച്ചു ഒസാമ ബിൻ ലാദൻ. അതുകൊണ്ടാണ് ഈ സുഡാപ്പികൾ. കാരണം ഈ അമേരിക്ക ആക്രമിക്കുന്നതും അമേരിക്ക പരിധിയിൽ നിർത്തുന്നതും എല്ലാം ബേസിക് ആയിട്ട് GCC രാജ്യങ്ങളെയാണ്, എണ്ണയുള്ള രാജ്യങ്ങളെയാണ്. കാരണം ഈ ലോകത്ത് ഇപ്പോ ഊർജ്ജം ആരുടെ കയ്യിലാണോ അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി തന്നെയായിരുന്നാലും അവിടെ എണ്ണ കണ്ടെത്തിയപ്പോൾ അവിടെയുള്ള എണ്ണപ്പാടങ്ങളെല്ലാം വിലക്കെടുത്തുകൊണ്ട് അമേരിക്ക പറഞ്ഞ എന്താണ്, ഇനി മുതൽ നിങ്ങൾ ഡോളറിൽ എണ്ണ കച്ചവടം നടത്തിയാൽ മതി. അതിന് പകരം ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അമേരിക്കയുടെ സൈന്യത്തിന്റെ സുരക്ഷയായിരിക്കും നിങ്ങളുടെ രാജ്യത്തിന് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം തൊട്ട് അമേരിക്ക ഈ എണ്ണപ്പാടങ്ങളൊക്കെ എടുക്കുക. കാരണം എവിടെ എന്ത് ഇപ്പം നാളെ ഇന്ത്യയിൽ ഈ ലോകത്തിനെ അമേരിക്ക മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു ഊർജ്ജം ഇന്ത്യ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒരു ഉളുപ്പില്ലാതെ ഇന്ത്യയിലോട്ടും കയറി വരും. നരേന്ദ്രമോദിക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ഇതൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അവരെ ജട്ടി അടിച്ച് കീറാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മോദി അന്നും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സമയം കുറച്ച് നമുക്ക് വേണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പോൾ നാളെ അമേരിക്ക കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും കൂടെ സഹായം ആവശ്യം വരും. പക്ഷേ ഇതേപോലെ ഭരണം ഒരു 25 കൊല്ലം മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്ക എന്നല്ല ചൈന കയറി വന്നാലും നമുക്ക് യാതൊരുവിധ പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അമേരിക്ക, ഈ നികൃഷ്ട രാജ്യത്തിനെ നമ്മൾ ഈ റിയാലിറ്റീസ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കുറെ അമേരിക്കൻ ട്രംപിന്റെ കുറെ ആരാധകര് നമ്മളെ തെറി പറയുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ഇവരിങ്ങനെ കൂടുതലും അച്ചായന്മാരാണ്. പണ്ട് നമ്മളിത് നേരിട്ട് കൊണ്ടിരുന്നത് ഈ സുഡാപ്പികളെ കുറിച്ച് വാർത്ത പറയുമ്പോൾ, ഈ തീവ്രവാദികളെ കുറിച്ച് വാർത്ത എടുക്കും. പാകിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് വാർത്ത എടുക്കുമ്പോൾ ഈ സുഡാപ്പികൾ താഴെ വന്നിട്ട് RSS തീവ്രവാദികൾ, ഗുജറാത്ത് കലാപം എന്ന് പറയണം.
തീവ്രവാദികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ രാജ്യം, അതായത് ഞാനും നീയും എല്ലാം വസിക്കുന്ന രാജ്യത്തിനകത്ത് കയറി വന്ന് നമ്മളെ രണ്ടുപേരെയും, ചിലപ്പോൾ ആദ്യം അവൻ നിന്നെയായിരിക്കും കൊല്ലുന്നത്, അതിനുശേഷം എന്നെ കൊല്ലത്തുള്ളൂ. അപ്പൊ ഇവൻ ആ തീവ്രവാദിക്ക് സപ്പോർട്ടാ. അപ്പൊ അതുപോലെ ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്രംപിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ വന്നു അന്യായ കമന്റാണ്, നീ നാറ്റോയെ കുറിച്ച് നിനക്കറിയില്ല, നീ പോയി നാറ്റോയെ പറ്റി പഠിച്ചിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കമന്റാണ്. ഇപ്പോ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ നാറ്റോ ട്രംപ് തീരെ വിട്ടു കൊടുത്തു, 10% തീരെ വിട്ടു കൊടുത്തു, ഗ്രീൻലാൻഡ് പിടിക്കാൻ പോവുക. അപ്പൊ തീരെ വിട്ടു കൊടുത്തു. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ട്രംപിനെ ഞങ്ങൾ നേരിടാൻ പോവുകയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് സ്കോർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി കോവിഡ് വന്നപ്പോൾ കോവിഡ് വാക്സിൻ ഉണ്ടാക്കി എല്ലാ രാജ്യങ്ങൾക്കും അയച്ചതുപോലെ നാറ്റോയും അമേരിക്കയും ഇടഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാ? നമ്മുടെയല്ലേ. അപ്പൊ 27-ാം തീയതി അവരിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏത് തരത്തിൽ മോദി ഡീൽ ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു റിവ്യൂ എനിക്കിപ്പോ ബിജുചേട്ടൻ തരണം. അങ്ങനെ ഈ കമന്റ് ഇടുന്നവരെ കുറിച്ച് ഞാൻ പറയാം. അത് ഈ മുമ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളടക്കം ഈ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന വിഷയം സുഡാപ്പികളുടെ വിഷയമായിരുന്നു. അത് നമ്മൾ ഈ മത തീവ്രവാദികളുടെ. ഇപ്പൊ ആ വിഷയം കുറച്ചൊക്കെ ഒതുങ്ങി, അവര് പറയുന്നതിനെ ആരും കേൾക്കുന്നില്ല. പക്ഷെ അവര് കാരണം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം നല്ലവരായ മുസ്ലിങ്ങളും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഈ കുറച്ച് വൃത്തികെട്ടവന്മാർ കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് ഇന്നിപ്പോ ഒരു വലിയ സമൂഹം അതിന്റെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. എല്ലാവരിൽ നിന്നും ഒരു അകൽച്ച, തിക്തഫലം, ഒരു അകൽച്ച അനുഭവപ്പെട്ടു. നമുക്കറിയാം, നമുക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ആ കണ്ണുകൾ ഇതേ അനുഭവം ഈ രാജ്യത്തെ ക്രിസ്ത്യാനിക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കുറെ നവസഭകള്, അതായത് പരമ്പരാഗതമായി ഈ രാജ്യത്തുള്ള നല്ല സഭകളുണ്ട്, കുറെ നവസഭകൾ ഇറങ്ങി അവന്റെയൊക്കെ സ്വന്തം പേരിൽ ഓരോ സഭയും ഉണ്ടാക്കിക്കൊണ്ട് മതപരിവർത്തനം എന്ന് പറയും. ഈ മതപരിവർത്തനമല്ല നടക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോ ഇടപാടിലൂടെ പണം എത്തുന്നുണ്ട്. ഈ പണം ഉപയോഗിച്ചിട്ട് ഇവിടെ നടക്കുന്ന വിഘടനവാദം തന്നെയാണ്. ഇവര് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യകാലത്ത് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലുമൊക്കെ നക്സലുകളുടെ സഹായത്തോടെ, കാരണം നക്സലുകളുടെ അണ്ടറിലാണ് ഈ സ്ഥലങ്ങളൊക്കെ, പട്ടണത്തിന് പോലും ചെല്ലാൻ പറ്റില്ലായിരുന്നു കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത്. അന്ന് അവിടങ്ങളിൽ ഇവർക്ക് കടന്നില്ലാൻ കഴിയുന്ന ഇവർക്ക് മാത്രമായിരുന്നു. കാരണം ഈ നക്സലുകൾക്ക് ആവശ്യമായ പണം, ലാപ്ടോപ്പ്, ഇതെല്ലാം ഈ ഇത്തരം സംഘങ്ങളാണ്. ഇത് സംഘം എന്നാണ് പറയുന്നത്. ഒരു മാഫിയ സംഘമാണ് ഇത്. വെറുതെയാണ് ഇവർ മതത്തിന്റെ കുപ്പായം ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. മതക്കുപ്പായം ഇട്ടിട്ട് വേഷം കെട്ടി പോകുന്ന ഒരു വലിയ സംഘടനയാണ്. വലിയ പണമിടപാടാണ് നടക്കുക. ഇവരവിടെ ചെല്ലുന്നു. എന്നിട്ട് ഇവരെ കഴിഞ്ഞ ദിവസം ഒരു ടീമിനെ തല്ലി ഓടിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരവിടുത്തെ പെൺകുട്ടികളെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് മതപരിവർത്തനം നടത്തുകയാണ്. ശരിക്കും ഇത് മതപരിവർത്തനമല്ല, മതത്തിന്റെ എന്താണ് പറയുന്നത് കാര്യങ്ങളല്ല. അതൊരു മറയാക്കി നിർത്തിക്കൊണ്ട് ഇവര് ഈ ആദിവാസി മേഖലയിലും മറ്റുമൊക്കെ കടന്നു നിരക്ഷരായവരെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യയിലെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും ഭരണത്തിൽ. അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കമുള്ള ശക്തികൾക്ക് ഈ ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ തീരദേശ മേഖലകളിലൊക്കെ മുൻപ് ഇത്തരം സംഘങ്ങൾ വളരെ സജീവമായിരുന്നു. തമിഴ്നാട്ടിലായാലും ഗുജറാത്തിലായാലും കേരളത്തിലായാലും ഒക്കെ തന്നെ. അതായത് തീരപ്രദേശങ്ങൾ കൈയടക്കി കഴിഞ്ഞാൽ ആന്ധ്ര, അതായത് വളരെ ശക്തമായി തീരപ്രദേശങ്ങൾ കൈയടക്കി കഴിഞ്ഞാൽ അവിടെ ഈ തുറമുഖങ്ങൾ വരുമ്പോൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതായത് തുറമുഖങ്ങളൊന്നും വരുത്താതിരിക്കുക. അങ്ങനെ വരുത്താതിരിക്കുമ്പോൾ നമുക്ക് തുറമുഖങ്ങൾ വരില്ല. എണ്ണയും മറ്റുമൊക്കെ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് കൊണ്ടുവരേണ്ടതായി വരും. അല്ലെങ്കിൽ നമ്മുടെ ചരക്കത്തും വരും. അത് നമുക്ക് സാമ്പത്തികമായി ഭീമമായി നഷ്ടമുണ്ടാക്കും. ഇതാണ് ഇവിടെ ചിന്ത. ഇത് തന്നെയാണ്, ഇതിനെക്കുറിച്ചാണ് ബിപിൻ റാവത്ത് മുമ്പ് പറഞ്ഞത്. 2.5 ആണ് നമ്മുടെ ശത്രുക്കൾ. 2 ശത്രുക്കൾ ചൈനയും പാകിസ്ഥാനും ആണെങ്കിൽ 0.5 എന്ന് പറയുന്നത് ഈ രാജ്യത്തിരുന്ന് മതത്തിന്റെ വേഷം കെട്ടിക്കൊണ്ട് നടത്തുന്ന വിഘടനവാദികൾ തന്നെയാണ്. ഇവരെ ഒരിക്കലും എവിടെയാണ് ഈ അങ്ങനെയാണെങ്കിൽ ഖുറാനും ബൈബിളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഖുറാനെ എപ്പോഴും ചീത്ത വിളിക്കുന്നുണ്ടല്ലോ ഇവര്. അതിൽ പറയുന്നുണ്ട് കാഫറുകളെ കൊന്നൊടുക്കണമെന്ന്. ഇതിൽ പറയുന്നുണ്ടോ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി എല്ലാരെയും ഞങ്ങളുടെ മതത്തിലേക്ക് ചേർക്കണമെന്ന്? ഇവിടുത്തെ ചില യൂട്യൂബർമാർ പറയുന്നത് വളരെ രസകരമാണ്. ഇവർ ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഇപ്പൊ അമേരിക്ക ബജരംഗളിൽ നിരോധിക്കുന്നു. അമേരിക്ക അല്ലാതെ ആരാണ് ബജരംഗളിൽ? ഇവിടെ 100 വർഷമായിട്ട് ഈ സംഘടന പ്രവർത്തിക്കുന്നു. ട്രംപിനേക്കാൾ എത്രയോ ശക്തി ഇതിനു മുമ്പ് വന്നിരുന്നു. അമേരിക്ക അല്ല അന്നം തരുന്നതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതൊക്കെ. 200 കൊല്ലം കഴിച്ച് ബ്രിട്ടീഷുകാരെ ഓടിക്കുമ്പോൾ ഇവിടെ RSS ഇല്ല, രൂപം കൊണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണം. അതായത് ഇവർക്ക് തല്ല് മേടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇവർ പാവങ്ങളൊന്നുമല്ല. ഛത്തീസ്ഗഡിലും ഈ ജാർഖണ്ഡിലും ഒക്കെ ഇവർ വലിയ ഗുണ്ടാ സംഘത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ഈ സംഘർഷത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ്. അത് കിട്ടുന്ന ഇവരുടെ അടി കിട്ടുന്നവർ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അയ്യോ ഞങ്ങളെ അടിച്ചെന്ന് അവർ പറയുന്നില്ല. ഇവർ അടി കിട്ടുമ്പോൾ പറയുന്നേ ഉള്ളൂ. ഇവർ അങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. ഈ ഛത്തീസ്ഗഡിൽ നടന്ന എന്താണ്? ആ സംഭവം നടന്നപ്പോ ഫോൺ വിളിച്ചു, ഒരു സംഘം ആളെത്തി. അപ്പോ ആ റെയിൽവേ സ്റ്റേഷനിൽ
ഇതൊക്കെ നമ്മൾ കൂടുതൽ പറയാത്ത എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൽ പോട്ടെന്ന് കരുതിയിട്ടാണ്. ഈ ബഹുഭൂരിപക്ഷം വരുന്ന നല്ലവരായ ക്രിസ്ത്യൻസിനെ ഈ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിം സമൂഹത്തെ അകറ്റിയത് ഈ പോപ്പുലർ ഫ്രണ്ടും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള സംഘടനകളാണ് അതിനകത്ത് വലിയ പങ്ക് വഹിച്ചത്. അതുപോലെ തന്നെയാണ് ഇവന്മാർ ചെയ്യുന്നത്. ഈ കമന്റ് ഇടുന്നവരൊക്കെ അത് തന്നെയാണ് അവർ കമന്റ് ഇടുന്നത്. അങ്ങനെ കമന്റ് ഇടുന്നത് നമുക്കൊരു പുത്തരിയല്ല, നമ്മളെ നേരിട്ട് തെറി വിളിക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും അല്ലല്ലോ കമന്റ് ഇടുന്നത്, ഫോണിൽ കൂടെ നേരിട്ടും തെറി വിളിക്കുന്നവരുണ്ട്. ഫാദർ ഇപ്പൊ വല്ലച്ചൻ വരെ എന്നെ മുൻപ് ലേഖനമൊക്കെ എഴുതി എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് കേസിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ചീത്ത വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുള്ളി യാഥാർത്ഥ്യം അംഗീകരിച്ചു. ഞാൻ തെളിവ് സഹിതം പറഞ്ഞു കൊടുത്തു. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, അതിന്റെ ഫോട്ടോ അടക്കം ഡീറ്റെയിൽസ് അടക്കം ഞാൻ ഇപ്പൊ ഇട്ട് തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു കുറച്ചൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയത് പൂർണ്ണമായും ശരിയാണ്, കുറച്ചല്ല എന്ന് പറഞ്ഞു. പുള്ളി അംഗീകരിച്ചു. നല്ല സ്നേഹത്തിലാണ് പിരിഞ്ഞത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ സഭക്കാരല്ല, ഇത് നവസഭക്കാരാണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഈ നവസഭക്കാരെയാണ്. ഈ മതം മാറ്റ ലോബി എന്ന് പറയുന്ന നവസഭക്കാരാണ്. ഇത് മറ്റുള്ളവരെ കൂടെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ ഇവരെല്ലാ പണിയും ഒപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ കാലം. ഇത് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലാക്കും. കാരണം എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, ധാരാളം അച്ഛന്മാരുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്, ഫാദേഴ്സ്. അവരാരും ഇത്തരത്തില് ഹിന്ദുവിനെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും ഇത് ദൈവരാജ്യമാകണമെന്നും ഞങ്ങളുടെ അണ്ടറിൽ വരണമെന്നും. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രംപിന് മുട്ടിലഴിഞ്ഞ് നമ്മൾ നിൽക്കണം, മോദി നിൽക്കണം. അപ്പൊ നാളെ ഇവർക്ക് ഇത് പറഞ്ഞ് വരട്ടാലോ, ട്രംപ് ഒന്ന് പറഞ്ഞാൽ പണി പാടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇവിടുത്തെ എല്ലാം പിടിച്ചെടുക്കണമെന്നുള്ളതാണ് ഇവരുടെ ഒരു മനസ്സിലിരിപ്പ്. അതെന്തായാലും ഈ രാജ്യത്ത് നടപ്പാകാൻ പോകുന്നില്ല. അതിപ്പോ മോഡി ഉണ്ടെങ്കിലും മോഡി ഇല്ലെങ്കിലും, BJP രാജ്യത്തുണ്ടെങ്കിലും BJP രാജ്യത്തില്ലെങ്കിലും, RSS ഉണ്ടെങ്കിലും RSS ഇല്ലെങ്കിലും ഈ രാജ്യത്ത് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. ഹിന്ദുവിനെ മതത്തിനെ കുറ്റം പറഞ്ഞു, ഇല്ലെങ്കിൽ അവന്റെ ദൈവത്തെ അപമാനിച്ചു മുമ്പോട്ട് വന്നാൽ ചിലപ്പോൾ അവൻ കൈവച്ചെന്നിരിക്കും. സ്വാഭാവികം മാത്രം. ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു മതിലിൽ ചുവരെഴുതി വെച്ചിരുന്നു. അവിടെ പോയി ഇവരെന്താ വിചാരിച്ചത്, ആ ചുവരെഴുതി വെച്ചത് വലിയ പ്രശ്നമാകും. ഈ കേരളത്തിലെ ഹിന്ദുക്കള് എല്ലാം മണ്ണകളാണല്ലോ, അതുകൊണ്ട് അവർ മതേതരത്വത്തിന്റെ പേരിൽ സംഘപരിവാറിനെതിരെ തിരിയും, ഇല്ലെങ്കിൽ അങ്ങനെ തിരിയുമെന്നൊക്കെ ഇവർ വിചാരിച്ച ഒരു പൂച്ചക്കാളി പോലും അങ്ങോട്ട് വന്നില്ലെന്ന് മാത്രമല്ല, അത് ചെന്നിട്ട് ഒരു ആള് തുടച്ചു. വിഗ്രഹാരാധന എന്നുള്ള ഭാഗം മാത്രമേ അയാൾ മായ്ച്ചുള്ളൂ. അപ്പൊ അയാൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ വിഗ്രഹാരാധന മാത്രം നിങ്ങൾ മായ്ച്ചെന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ളതൊക്കെ അവന്റെ അച്ഛനെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് മായ്ക്കാഞ്ഞത് എന്ന്. എനിക്ക് ആ കമന്റ് ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞത്. ഏതായാലും അതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും വന്നില്ല. ഇവർക്കായി ഒത്താശ പിടിക്കാനായിട്ട് ഒരു ഹൈന്ദവ സംഘടന ഇനി വരില്ല. ഈ രാജ്യത്ത് ഇതുപോലെ ഹിന്ദുവിനെ അവഹേളിച്ചുകൊണ്ടും ഹിന്ദുവിനെ അപമാനിച്ചുകൊണ്ടും അവന്റെ വിഗ്രഹാരാധനയെ കളിയാക്കിക്കൊണ്ടും ഇനി ആര് വന്നാലും അതിന് BJP വേണ്ട, RSSും വേണ്ട, ബജരംഗളും വേണ്ട. കാരണം ഹിന്ദു സ്വാഭിമാന ബോധം ഉണർന്നിരിക്കുന്നു. ഈ ഇവിടെ കുറെ പിള്ളേർ ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ, ഒരു ഭജനം നടത്തുന്നുണ്ടല്ലോ. പതിനായിരങ്ങളും എന്താണ് നന്ദഗോവിന്ദം എന്ന് പറഞ്ഞൊരു ഭജനം നടത്തുന്നുണ്ടല്ലോ, പതിനായിരങ്ങൾ സംഘടിക്കുന്നുണ്ടല്ലോ. അവരാരെങ്കിലും പൈസ കൊടുത്തിട്ട് ആളെ കൊണ്ടിരുത്തുന്നതാണോ? അവിടെ RSSകാർ പറഞ്ഞിട്ട് ആൾ വന്നിരിക്കുന്നതാണോ? ബജരംഗുകാർ പറഞ്ഞിട്ട് ആൾ വന്നിരിക്കുന്നതാണോ? അവർ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഈ പരിപാടി നടത്താറുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ഇവർ ഈ പരിപാടി നടത്താറുണ്ട്. അവിടെ ആരെങ്കിലും പറഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്? അതല്ല, ഹിന്ദു എന്നൊരു അഭിമാന ബോധം, ഒരു സ്വാഭിമാന ബോധം വളരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് വരുന്നത്. അതായത് സംഘടിതമായി ആയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഒരു വലിയ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് ഈ മുസ്ലിം സംഘടനകളിൽ നിന്ന് വെറുപ്പിന്റെ പാത്രമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം നല്ലവരായ ക്രിസ്ത്യൻസിനെ കൂടെ ഒരു ട്രാപ്പിൽ പെടുത്തുകയാണ് ഈ നവസഭകൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 250 സഭയ്ക്ക് എതിരെ ഇപ്പൊ നടപടിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ പേരുണ്ടാക്കും ധനുഷെ. ഇപ്പൊ ധനുഷ് എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു വലിയ സഭയിൽ കൊണ്ട് അഫിലിയേറ്റ് ചെയ്യിക്കും. അതാണ് സംഭവിക്കുക. ധനുഷിന് വേണമെങ്കിൽ ചെയ്യാം, നാളെ ഒരു സഭ വേണമെന്ന് ധനുഷിന് ഉണ്ടാക്കാം, ആരും ഒന്നും പറയില്ല. കുറെ വചനങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഈ ബൈബിളിൽ പറയുന്നത് എന്താണ്? ഈ എന്റെ ആശയങ്ങൾ എല്ലായിടത്തും പ്രചരിപ്പിക്കും എന്നാണ് പറയുന്നത്. ആശയം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മതത്തെ അവഹേളിക്കുക എന്നുള്ളതാണോ? അതിൽ അദ്ദേഹം പറയുന്നുണ്ടോ? അത് ശിവനെ അവഹേളിക്കൂ, കൃഷ്ണനെ അവഹേളിക്കൂ, എന്നിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്ത് ഈ ആളെ ചേർക്കാനായിട്ട് ക്രിസ്തു എന്താ ഇനി ജീസസ് ഇലക്ഷൻ വല്ലതും മത്സരിക്കുന്നുണ്ടോ? ഈ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാനായിട്ട് ഇല്ല. ദൈവങ്ങൾ ആരും മത്സരിക്കുന്നില്ല. അപ്പം ഇതൊരു വലിയ അപകടകരമായ പോക്കാണ്. ഇത് ഞാൻ പറയാൻ വരുന്ന കാര്യം ബൈബിളിൽ തന്നെ പറയാൻ മറ്റൊരു കാര്യം കൂടെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇതിൽ പറയുന്നുണ്ട് ഈ ലോകാവസാനത്തിന്റെ ഒരു ആരംഭം കുറിക്കുന്ന ഒരു വലിയ യുദ്ധത്തിൽ കൂടി ആയിരിക്കുമെന്നും സൗത്ത് ഏഷ്യയിൽ നിന്ന് ആരംഭിക്കുന്ന യുദ്ധത്തിൽ പാശ്ചാത്യ ശക്തികളും പങ്കെടുക്കുമെന്നും അമേരിക്കക്കെതിരായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ തിരിയുന്ന ഒരു സാഹചര്യം വരുമെന്നും പറയുന്നുണ്ട്. അതിന്റെ ഒരു മെയിൻ റോളിലേക്ക് വരുന്ന റഷ്യ ആണെന്നും പറയുന്നുണ്ട്. റഷ്യയിൽ ഒരു ഹീറോ ആണെന്നും പറയുന്നുണ്ട്. ഒടുവിൽ ഇസ്രയേൽ ഈ യുദ്ധത്തിലൊക്കെ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ്. അത് ഞാൻ പറയാൻ വന്നത് രണ്ടും ബൈബിളാണേ.
ബൈബിൾ പറയുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നു. ഈ കാര്യത്തെ നമ്മൾ പറയുമ്പോൾ ഇതിന് നഖശികാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും അമേരിക്കയുടെ അടിമ നിൽക്കാൻ ഈ രാജ്യത്ത് ആരെയും കിട്ടില്ല. അതിപ്പോ മോഡി നിന്നാലും ജനം നിൽക്കത്തില്ല. അത് മോഡി ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയം മാറ്റിവെക്കുക, രാഷ്ട്രം അതാണ് നമുക്ക് വലുത്. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല, പ്രേക്ഷകരും കാണുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ അതിൽ പറയുന്ന കാര്യമാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താണ്? 10% നികുതി ഇന്നു മുതലുണ്ട്. ജൂൺ മാസം മുതൽ 25% നികുതി ഞങ്ങൾ ചുമത്തും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വേറൊരു വലിയ രസകരമായ കാര്യമുണ്ട് മനുഷ്യ. ഇത് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വെളുത്തു ചുവന്നൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. പല രാജ്യങ്ങളും വളരെ ദരിദ്രാവസ്ഥയുള്ള രാജ്യങ്ങളാണ്. സായിപ്പ് കാണുമ്പോൾ ഭംഗിയാണ്, ഇതൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. വലിയ ഗതികേടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവര് സാധനങ്ങൾ ആകെ കച്ചവടം ചെയ്യുന്നത് ഈ അമേരിക്കയുമായിട്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രേഡിംഗ് ഉള്ളത് അമേരിക്കയുമായിട്ടാണ്. ആ പാവങ്ങൾ കച്ചവടം ചെയ്യുന്നതിനകത്താണ് 10% അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഇപ്പം 50% അല്ല, ഇനിയിപ്പോ 500% തന്നെ ഇവിടെ ഒരു കുലുക്കം ഉണ്ടാവില്ല. അതുപോലെയല്ല പല യൂറോപ്യൻ രാജ്യങ്ങളും. കാരണം ഇതെല്ലാം ചെറിയ രാജ്യങ്ങളാണ്. അവർക്ക് ഒറ്റയ്ക്കൊന്നും അമേരിക്ക നേരിടാനുള്ള സൈനിക ബലമില്ല. അവരെല്ലാം കൂടെ സംഘടിതമായി നിന്നാൽ നേരിടാനുള്ള സൈനിക ബലമില്ല. പക്ഷേ സംഘടിതമായി നിൽക്കുന്നവൻ അതിനിടയിൽ സ്പ്ലിറ്റായി പോകുമ്പോൾ എത്ര ശക്തന്റെയും ആ ശക്തി ചോർന്നു പോകും എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ജനുവരി 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പിടുകയാണ്. 0 താരിഫാണ്. നിങ്ങൾ അവിടുന്ന് സാധനം കൊണ്ടുവരൂ, ഇവിടെ നിങ്ങൾ നികുതി അടക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് സാധനം തരും, ഞങ്ങളതിന് നിങ്ങൾ നികുതി അടക്കരുത്. ഫ്രീ ട്രേഡിംഗിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം കൂടെ കൊണ്ടുവന്ന് അമേരിക്ക താരിഫ് വെച്ചിരിക്കുന്നത്. അതായത് സ്വന്തം പാളയത്തിനിടയിൽ തന്നെ ധനുഷ് പറഞ്ഞതാണ് ശരി. ശക്തൻ ഈ ലോകത്ത് നിലനിന്നാൽ മതി എന്നൊരു ട്രെൻഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഭാരതം മാത്രമാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ശത്രുവിനെ ഒതുക്കാൻ വേണ്ടി മാത്രം ആയുധമെടുക്കുന്ന ഒരു രാജ്യം. ധനുഷ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ആ ഒരു സ്ട്രൈക്കിൽ നമ്മൾ സിന്ദൂർ സമയത്ത് ഒരൊറ്റ സ്ത്രീകൾ മരിച്ചില്ല, ഒരു കുട്ടി മരിച്ചില്ല, പകരം മരിച്ചതെല്ലാം ഭീകരന്മാരായിരുന്നു. അപ്പൊ അതുപോലെ വരെ അത്രയും കൃത്യതയോടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഭാരതത്തെ ലോകം അംഗീകരിക്കുന്ന വിശ്വാസതയിലേക്ക് പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ട്രംപ് ഈ ഇറാനിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ട്രംപിന് നന്നായി അറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ വിഷയത്തിന് ഒറ്റക്കെട്ടായിട്ട് നിലകൊണ്ടില്ല. ഒറ്റക്കെട്ടായിട്ട് നിലകൊണ്ടിരുന്നെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് അവരായിരുന്നല്ലോ ആദ്യമായിട്ട് എണ്ണ വാങ്ങൽ നിർത്തേണ്ടിയിരുന്നത്. അവരുടെ എത്ര രാജ്യങ്ങൾ നിർത്തി? അവരാരും നിർത്തിയിട്ടില്ല. ഈ പറച്ചിലേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇന്ത്യ നിർത്താൻ പറഞ്ഞു. അപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത് ഇരട്ടത്താപ്പ് കൈവച്ചാൽ മതി എന്ന് പറഞ്ഞു. അമേരിക്ക പോലും എണ്ണ നിർത്തിയില്ലല്ലോ റഷ്യയിൽ നിന്ന്. അമേരിക്ക യുറേനിയം വാങ്ങുന്നത് റഷ്യയിൽ നിന്നല്ലേ. അവർക്കെല്ലാം വാങ്ങാൻ, നമുക്ക് വാങ്ങല്ലെന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കള ഭാഗത്തല്ലല്ലോ നമ്മൾ കിടക്കുന്നത്. പണ്ട് കിടന്നിട്ടില്ല. AB വാജ്പേയിയുടെ കാലത്ത് ഉപരോധം വന്നില്ലേ? ഇപ്പൊ ഇത് താരിഫല്ലേ ഉള്ളൂ. അപ്പം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ അഭിമാനമെങ്കിലും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കണം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോ ഇതാണ് അവിടെ നടക്കുന്ന കാര്യം. ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവരുടെ ഒരു യൂറോപ്പിലുള്ള ഒരു പ്രമുഖ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, ഈ നമുക്കിടയിലുള്ള വിള്ളലുകൾ റഷ്യയും ചൈനയും മുതലെടുക്കും. കാരണം അവർ പുതിയതായിട്ട് കയറി വരുന്നതല്ല, ഓൾറെഡി അവർ ഈ മേഖലയിൽ വളരെ ശക്തവുമാണ്. അവരിത് മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഏതായാലും നമ്മൾ ഈ കമന്റ് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ സമയം അങ്ങനെ പോയത്. നമുക്ക് ഇതിനകത്തോട്ട് ഏതായാലും നമുക്ക് അധികം നീട്ടുന്നില്ല. ഞാനൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു ലഫ്റ്റനന്റ് ജനറൽ സർ ജോൺ ബാഗോ ക്ലബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് അറിയപ്പെടുന്നത് തന്നെ ക്ലബാഷ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ലബാഷ ഒരു ചരിത്ര പണ്ഡിതനായിരുന്നു. ഇദ്ദേഹം ഏതാണ്ട് 3000 വർഷത്തെ ഈ ലോകത്തിന്റെ വിവിധ സാമ്രാജ്യങ്ങളെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അതൊരു വലിയ ബുക്കായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ബുക്കിന്റെ പേര് ദ ഫേറ്റ് ഓഫ് എംപയേഴ്സ് ആൻഡ് സെർച്ച് ഫോർ സർവൈവൽ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒരു സാമ്രാജ്യം 250 വർഷമാണ് നിലകൊള്ളുക. 250 വർഷം കഴിയുമ്പോൾ അത് താഴോട്ട് പോകും. അതിന് എന്തുകൊണ്ടാണ് റീസൺ എന്ന് നമുക്കറിയാം. ഈ 6 ഭൂഖണ്ഡങ്ങളിലും സ്വാധീനമുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം. എല്ലാ ഭൂഖണ്ഡത്തിലും ഉണ്ടായിരുന്നു അവർക്ക് സ്വാധീനം. അവരുടെ അതായത് ഇദ്ദേഹം ഈ സാമ്രാജ്യങ്ങളുടെ ഉദയവും അതെങ്ങനെ പരാജയപ്പെട്ടു എന്നാണ് സ്റ്റഡി ചെയ്തത്. അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം സാമ്രാജ്യത്തിന്റെ കീഴടക്കലാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്തേക്ക് വലിയ സൈന്യത്തെ അയച്ചുകൊണ്ട് അതിനെ കീഴടക്കും. പിന്നെ അവരുമായി വാണിജ്യബന്ധം നടത്തും, വ്യാപാരം. ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ട്രംപിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പറയുന്ന ഓരോ പോയിന്റും നോക്കിയാൽ മതി. മൂന്നാമത് എന്ന് പറയുന്നത് സമ്പന്നത, അവിടെ നിന്ന് കിട്ടുന്ന പണം ആ സാമ്രാജ്യത്തിന്റെ ആ രാജ്യങ്ങൾക്ക് കിട്ടും. പിന്നെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പിന്നീട് ഇവരുടെ അധപ്പതനം തുടങ്ങും. പിന്നീട് ഇത് പൂർണ്ണമായി സാമ്രാജ്യം തകരും. ഇന്ന് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടന്റെ അവസ്ഥ എന്താണ്? ഇന്ത്യയുടെയും താഴെയാണ്, 6ാം സ്ഥാനത്താണ് സാമ്പത്തിക അവസ്ഥയിൽ. ആയുധബലത്തിൽ നമ്മളെക്കാൾ താഴെയാണോ മുകളിലാണോ എന്ന് ഉള്ള കാര്യം ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ കഴിയും. ഇന്ന് പല കാര്യങ്ങളും അവർ താഴെയാണ്. ഇന്ന് ഇന്ത്യയുമായി ഫ്രീ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്
പണ്ടും അവർ ഫ്രീ ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ സർക്കാർ ഫ്രീ ട്രെൻഡിങ് കരാർ ഒപ്പിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇന്നിപ്പോ അമേരിക്ക ആ രീതിയിലേക്കാണ് പോകുന്നു. അതായത് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. ഇപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും അങ്ങനെ തന്നെയാണ്. ആരോ എന്നോട് ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് പറഞ്ഞു, ഈ ബൈബിളിൽ പറയുന്നുണ്ട് പോലും ഈ ട്രംപാണ് അവസാനത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന്, അങ്ങനെയാണ് അതിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ മുമ്പ് ചർച്ചകളിലൊക്കെ സൂചിപ്പിക്കുമായിരുന്നു അന്തിക്രിസ്തു വന്നെന്ന്. ഏതാണ്ട് അതിന് സമാനമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ഇദ്ദേഹത്തിന് ഒരു കുന്തവും ഇതുവരെ ഈ ലോകത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവസാനം ഒരു സെക്കൻഡ് ഹാൻഡ് നോബൽ പ്രൈസ് മേടിക്കാൻ മാത്രമേ ആകെ കഴിഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം പറഞ്ഞത് ഗസൽ സമാധാന ഉടമ്പടി. ഇപ്പൊ അവിടെ വേറൊരു വിഷയം നടക്കുന്നുണ്ട്. തുർക്കി അടുപ്പിക്കത്തില്ലെന്ന് ഇന്നലെ നെതന്യാഹു പറഞ്ഞു. അതായത് ഇന്നലെ തന്നെ ട്രംപ് ഒരു സമിതി രൂപീകരിച്ചു. അതിന്റെ ചെയർമാൻ ട്രംപ് തന്നെയാണ്. പുള്ളി തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു, ഞാനാണ് ഇതിന്റെ ചെയർമാൻ. തുർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്ന്. നെതന്യാഹു ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ സമിതിയൊക്കെ രൂപീകരിച്ച്? ഞങ്ങൾ ആരും ഈ സമിതിക്കകത്തൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ എർദോഗൻ ഈ ഭാഗത്ത് അടുപ്പിച്ചത് എന്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് സമിതി അത് അവിടുത്തെ കാര്യം അങ്ങനെ നിൽക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെയായി? എങ്ങും എത്തിയില്ല. ആകെ പറയാനുള്ളത് ഇന്ത്യയുടെ കാല് പിടിച്ച് പാകിസ്ഥാൻ, അതിന്റെ പേരിൽ ഇന്ത്യ അടി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അതിന്റെ പേരിലാണ് ഈ ഡയലോഗ് മുഴുവൻ. അതൊട്ട് അംഗീകരിക്കപ്പെട്ടിട്ടും ഇല്ല. പിന്നെ ഇത് ഏതാണ് ഉള്ളത്? കംബോഡിയയുടെ കാര്യം പറഞ്ഞു. ഈ അടുത്ത അമാർ അടി നിർത്തത് ചൈനയാ. ചൈന പറഞ്ഞുകൊണ്ടാണ് അവർ അടി നിർത്തുന്നത്, ആ യുദ്ധം തീർത്തു എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഏത് യുദ്ധമാണ്? പിന്നെ നൈജീരിയ കാണിച്ചത് ക്രിസ്ത്യൻസിനെ രക്ഷിക്കാനുള്ള പണിയൊന്നും ആയിരുന്നില്ല. അവിടെ അവര് ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിട്ടു, ഓയിൽ കച്ചവടത്തിന് വേണ്ടിയിട്ട്. ഇന്ത്യയുമായിട്ടല്ല, പല രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പിട്ടു. അത് കലക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോകാൻ വിട്ടത്. എന്നിട്ട് ഇവിടെ പറഞ്ഞു വരുത്തിയത് എന്താണ്? ക്രിസ്ത്യൻസിനെ രക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നീ ചൈനയിലേക്ക് പോടാ, അവിടെ 10,000 പേരെ പിടിച്ച് അകത്തിട്ട് കൊന്നല്ലോ. എന്നിട്ടെന്താ ചോദിക്കാത്തത്? ക്രിസ്ത്യാനികൾ എത്രയോ രാജ്യത്ത് കൊല്ലുന്നുണ്ട് ഈ ലോകത്ത്. എവിടെങ്കിലും ട്രംപ് ചോദിക്കാൻ പോയോ? പാകിസ്ഥാനിൽ കൊല്ലുന്നുണ്ടല്ലോ, ഇവിടെ കൂട്ടുകാരനല്ലേ മുനീർ, അവിടെ ചോദിച്ചോ എന്താ ഞങ്ങൾ ഇവിടെ എന്താ നിങ്ങൾ കൊല്ലുന്നതെന്നുള്ളത്? അപ്പം ഇതൊന്നും അല്ല പ്രശ്നം. നൈജീരിയ ചെയ്തത് ക്രിസ്ത്യൻ സ്നേഹമൊന്നും ആയിരുന്നില്ല. അവര് ഇന്ത്യയുമായിട്ട് അടക്കം അവരുടെ ക്രൂഡ് ഓയിൽ കച്ചവടത്തിന് കരാർ ഒപ്പിട്ടപ്പോ അത് കണ്ടപ്പോ ആ രാജ്യം ഒന്ന് തകരണം എന്ന് കരുതി അവിടെ കൊണ്ട് കുറെ ബോംബിട്ട് അത് ചിന്ന ഭിന്നമാക്കി. ശരിയാണ്, അവിടെ പിന്നെ ഈ പറയുന്ന ഭീകരന്മാരുണ്ട്, ഇല്ലെന്നല്ല. ഭീകരന്മാരുടെ കയ്യിരിപ്പിലൂടെ കൊണ്ടാണ്, ഒരു വഴിയും കൂടെ വരണമല്ലോ ഇതിന്. ഇവര് സ്ഥാപിച്ചതാണ് സിറിയ. ഇപ്പൊ കേൾക്കുന്ന സിറിയയുടെ സൈന്യം വേറെ എങ്ങോട്ടോ നീങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാക്രമണത്തിന് നീങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഇറാൻ കലക്കാൻ നോക്കി. ദൈവത്തിന്റെ ഇതുകൊണ്ട് അത് കലങ്ങിയില്ല. കലങ്ങിയിരുന്നെങ്കിൽ നമ്മളെല്ലാം തന്നെ കഷ്ടത്തിലായേനെ. അതെന്തായാലും കലങ്ങില്ല. ഇപ്പൊ സ്വന്തം പാളയത്തിൽ തന്നെ ഇപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീൻലാൻഡിന് വേണ്ടി. ഈ ഗ്രീൻലാൻഡ് ഒരു പക്ഷെ ഒരു ലോകയുദ്ധത്തിനുള്ള സാധ്യതകളെല്ലാം തന്നെ തുറന്നിടുകയാണ്. നമ്മളിത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ കുറെ നാളായല്ലോ പറഞ്ഞതെന്ന്. സ്വിച്ച് ഇടുമ്പോൾ ഉടനെ പ്രവർത്തിക്കാൻ ഇത് ഒരു മിഷൻ അല്ലല്ലോ യുദ്ധം എന്ന് പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ആ സമയവും കാലവും ഒക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളതിന്റെ സൂചനകൾ മാത്രം, ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയൂ. നാളെ നമുക്കെന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഈ സാധ്യതകൾ മാത്രമേ പറയാൻ കഴിയൂ. നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. നാളെ എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിക്കാം എന്നുള്ള ഒരു സാധ്യതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാധ്യത തന്നെയാണ് നമ്മൾ ഈ നടത്തുന്ന അനാലിസിസും. നാളെ ഈ ഗ്രീൻലാൻഡിന്റെ പേര് യുദ്ധം ഉണ്ടായേക്കാം, അതൊരു സാധ്യതയാണ്. നമ്മൾ ഓരോ വ്യക്തിയും സാധ്യതകൾ വെച്ചിട്ടല്ലേ ജീവിക്കുന്നത്. നാളെ രാവിലെ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പക്ഷെ നമുക്കറിയാം, നമ്മൾ അതിനൊരു സാധ്യത കൽപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതെന്നുള്ളതാണ് എന്റെ സാധ്യത. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അങ്ങനെയാണ്. ഏതായാലും ഇത് കുറച്ചുകൂടെ കലുഷിതമാകുകയാണ്. എന്തായാലും 2025 കണ്ട ട്രംപിനെ അല്ല നമ്മൾ 2026 കാണുന്നത്. 2026 സർവവും പിടിച്ചെടുക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന, ആയുധശേഷി ഉപയോഗിക്കുന്ന, സൈനിക ശേഷി ഉപയോഗിക്കുന്ന ഒരു ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ പഴയതുപോലെ അല്ല. ട്രംപിന് വലിയ 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 എതിരാളികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എതിരാളികൾ തിരിച്ചടി നേരിടേണ്ടി വരുന്നുണ്ട്. ബുദ്ധിപൂർവമായ ചില പിൻവലികൾ ട്രംപ് നടത്തുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ ഏഷ്യൻ രാജ്യങ്ങൾ ട്രംപിന് വലിയ വില ട്രംപിന്റെ വാക്കിന് കൊടുക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പയർമണിയിലൂടെ ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്തത്. സംഭവം ചെറുതാണ്, ചെറിയൊരു പയറുമണിയാണ്. പക്ഷെ ആ പയറുമണി അമേരിക്കയിൽ ഒരു ചെറുതെങ്കിലും ഉണ്ടാക്കിയ ചലനം വെറുതെ അല്ല. അവിടുത്തെ തന്നെ ഒരു സെനറ്റർ, ഈ ട്രംപിന്റെ പാർട്ടിയിലെ 9 പേര് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയെ പിണക്കുന്നത് സൂക്ഷിച്ചു വേണം, ഇന്ത്യയെ പിണക്കരുത്, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്, പാകിസ്ഥാൻ നമുക്ക് പണം കൊണ്ട് തരത്തില്ല, ഇന്ത്യയിൽ എത്ര വ്യവസായികളാണ് അമേരിക്കയിൽ പണം മുടക്കി വ്യവസായം സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ പാകിസ്ഥാനി ആ പണി ചെയ്തിട്ടില്ല. അതുപോലെ ഇന്ത്യയിലെ മിടുക്കന്മാരായ വിദഗ്ധരാണ് ഇവിടെ ജോലി എടുക്കുന്നത്. ഇതൊന്നും മറന്നിട്ട് ഇന്ത്യയെ നിങ്ങൾ വെറുപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഈ പാകിസ്ഥാൻ എന്ത് തന്നു എന്ന് തന്നെയാണ് അതിന്റെ ഹെഡിങ്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ വിശദമായ ഒരു വാർത്ത നമ്മുടെ മറ്റേ ചാനലിൽ നമ്മളത് കൊടുത്തിട്ടുമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം.